കൂടെ താമസിച്ച സ്ത്രീയുടെ മനസ്സ് മാറ്റിയ ഒരു വെള്ളക്കാരൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. ഇംഗ്ലണ്ടിലെ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും അയാൾ ക്രിസ്ത്യാനി ആയിരുന്നില്ല. യൗവനത്തിൽ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പരിഗണിച്ചുമില്ല. അവൾക്കാകട്ടെ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കെ ഏതൊക്കെയോ സുഹൃത്തുക്കൾ അയാളെ കത്തോലിക്ക കരിസ്മാറ്റിക് പ്രോഗ്രാമിലേക്ക് ആനയിച്ചു. പ്രോഗ്രാമിൽ വെച്ച് വിശ്വാസം തിരികെ നേടിയ അയാൾക്ക് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് BHS എന്ന ആ അനുഭവവും ലഭിച്ചു. അതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കത്തോലിക്ക സഭ വിശുദ്ധിക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണ ലഭിച്ചിരുന്നു. ദേവാലയത്തിൽ വെച്ച് വിവാഹം കഴിക്കാതെ ദാമ്പത്യബന്ധം ദൈവ തിരുമുൻപിൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയ അയാൾ ഉറച്ച ഒരു തീരുമാനമെടുത്തു. വീട്ടിലെത്തിയപ്പോൾ കൂടെ താമസിക്കുന്ന സ്ത്രീയോട് കാര്യം പറഞ്ഞു. ദേവാലയത്തിൽ വെച്ച് വിവാഹം കഴിക്കാതെ നമുക്കിനി ദാമ്പത്യ ബന്ധം തുടരാനാകില്ല എന്ന് അയാൾ കട്ടായം പറഞ്ഞു. എല്ലാ വിധത്തിലും നല്ല സ്നേഹബന്ധത്തിലായിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് സ്തബ്ധയായി. ഇംഗ്ലണ്ട് പോലുള്ള ഒരു രാജ്യത്ത് കൂടെ താമസിക്കുന്നവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ വലിയ ഒരു ചടങ്ങാണ്. അപ്പോഴാണ് പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം. കിടക്കയും എടുത്ത് അയാൾ സോഫയിൽ ചുരുണ്ടുകൂടി. അവർ അയാളോട് യാതൊന്നും പ്രതികരിച്ചില്ല. അയാൾക്ക് ദൈവത്തെ കൈവിടാൻ സാധിക്കുകയേയില്ലായിരുന്നു. ഒടുവിൽ അയാൾ ഒരു തീരുമാനമെടുത്തു. കടുത്ത ഉപവാസമെടുക്കുക. 40 ദിവസത്തേക്ക് വെള്ളം മാത്രം കുടിക്കുക. വിശപ്പ് സഹിക്കാൻ പറ്റാതാകുന്ന വേളയിൽ മാത്രം അല്പം പച്ച റൊട്ടി കടിച്ചു തിന്നും. കൂടെ താമസിക്കുന്ന സ്ത്രീ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അയാൾ പറയാത്തിടത്തോളം പ്രാർത്ഥിച്ച് സമനില തെറ്റിയിരിക്കുന്നു എന്ന് കരുതാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ 40 ദിനങ്ങൾ കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ അയാളുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങളെ ഇത്രമാത്രം സ്വാധീനിച്ച ആ വിശ്വാസത്തെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയാമോ? കർത്താവേ, നീ എത്ര വലിയവൻ! അയാൾ വാചാലനാകാൻ തുടങ്ങി. അയാൾ നൽകിയ പുസ്തകങ്ങളും വിവരങ്ങളും അവൾ മുറിയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്നു. അയാളുടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിൽ വെച്ച് വിവാഹം കഴിച്ചാലോ? മാത്രമല്ല, എനിക്കും നിങ്ങളുടെ ഈശോയുടെ സ്വന്തമാകണം. ഗുഡ് ന്യൂസ് മാഗസിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ക്രിസ്റ്റീന കൂപ്പറാണ് തൻ്റെ സഹപ്രവർത്തകൻ്റെ ഈ അനുഭവം എന്നോട് വിവരിച്ചത്. അന്നവർ പലതരം ഉപവാസത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഒരു നേരം ഉപവാസം എന്ന സംഗതി, 1 ടൈം മീൽ ഫാസ്റ്റിംഗ് ഇല്ലേ, അതെനിക്ക് നന്നായി ബോധിച്ചു. ഭക്ഷണ കാര്യത്തിൽ ഞാൻ വളരെ കുപ്രസിദ്ധനാണ്. കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ ഒരു ദിവസം ഉപവസിക്കും. അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. നോമ്പെടുക്കാൻ പിന്നെ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഏകദിന ഉപവാസ പരിശ്രമത്തിനിടയ്ക്ക് ഒരു തവണ വിശപ്പ് കയറി ഒരു ബേക്കറിയിൽ കയറി അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ വാങ്ങിക്കഴിച്ച സംഭവം കൂടെ ഉണ്ടായിരുന്ന ആലപ്പുഴ ജീസസ് യൂത്തിലെ മുൻ കോർഡിനേറ്റർ ജസ്റ്റിൻ ഇപ്പോഴും പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറുണ്ട്. 3 ദിവസത്തെ ഉപവാസം എടുക്കാൻ ഉപദേശിച്ച വൈദികന്റെ അടുത്തുകൂടെ പോലും പിന്നീട് ഒരിക്കലും പോകാതിരുന്ന എന്നെ പക്ഷെ ഈ സംഭവം വളരെ സ്പർശിച്ചു. ഒരു നിയോഗവും വയ്ക്കാതെ ധാരാളം വെള്ളം മാത്രം കുടിച്ച് ഒരു നേരം ഉപവാസം ഞാൻ 40 ദിവസം ചെയ്തു നോക്കി. എൻ്റെ ആത്മീയ ഗുരുവായ വൈദികൻ ഒരു ചോക്ലേറ്റ് കൂടെ കരുതാൻ പറഞ്ഞെങ്കിലും അതൊരിക്കലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഉപവാസം നമ്മെ എത്രത്തോളം കർത്താവിലേക്ക് അടുപ്പിക്കുമെന്ന് ആ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി. പിന്നീട് ഒരിക്കൽ 40 ദിവസം കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കാൻ ഞാൻ പ്രിയ സുഹൃത്ത് ജോസിനോടൊപ്പം ഒരു ശ്രമം നടത്തി. മെഡിക്കലായി ഫിറ്റാണോ എന്നറിയാൻ ഡോക്ടർ ജോണിനെ തന്നെയാണ് ഞാൻ സമീപിച്ചത്. പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. ഇവൻ വിട്ടുകളഞ്ഞാലും നീ വിട്ടുകളയരുത് എന്ന് അദ്ദേഹം ജോസിനോട് പറഞ്ഞു. എല്ലാവരും പ്രവചിച്ചതുപോലെ 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടപ്പ് തെറിച്ചു. കയ്യിൽ കിട്ടിയ ബിസ്ക്കറ്റുകൾ വാരിക്കഴിച്ച് ഞാൻ ഉപവാസം അവസാനിപ്പിച്ചു. എങ്കിലും ജോസ് 40 ദിവസം പൂർത്തിയാക്കി. കൂട്ടുകാരനെ പ്രേരിപ്പിച്ച് 40 ദിവസം ഉപവസിപ്പിച്ചതിൻ്റെ പുണ്യം എനിക്ക് സ്വന്തം. ആ ഉപവാസം പക്ഷേ എന്നെ വളരെയധികം ആത്മീയ നന്മകൾ കൊണ്ട് നിറച്ചു എന്നാണ് അനുഭവം. ഈശോ നിർബന്ധ ബുദ്ധിയായ ദൈവമല്ലല്ലോ. എൻ്റെ ആഗ്രഹത്തിനും പരിശ്രമത്തിനും മാർക്കിട്ട് കാണും.
എൻ്റെ ശുശ്രൂഷകളിൽ കൂടുതൽ ആളുകളെ കുറഞ്ഞ പരിശ്രമം കൊണ്ട് ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഞാൻ കണ്ട പ്രകടമായ വ്യത്യാസം. പ്രത്യേകിച്ച് യുവജനങ്ങളെ. എല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വെറുതെ പ്രാർത്ഥിക്കുന്നതും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഫലത്തിൽ വലിയ വ്യത്യാസമാണ് എന്നേ എനിക്ക് പറയാനാവുകയുള്ളൂ. കഴിയുന്നവരൊക്കെ കഴിയുന്നത് പോലെ ചെയ്യുക. പക്ഷേ ഡോക്ടർമാരുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും നിർദ്ദേശം സ്വീകരിച്ചു വേണം വമ്പൻ ശ്രമങ്ങൾ നടത്താനെന്ന് മാത്രം. നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും നാളുകളിൽ നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ, ജോസഫ് ദാസൻ.